ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒന്നും അത്ര അങ്ങ് ശരിയായില്ല. ലൈവ് കാണുമ്പോൾ ഭയങ്കര ബോറിംഗ് ആണ്, ഇതെന്താ ഇവർ ഇങ്ങനെ എന്നൊക്കെ ഒരു 2 ആഴ്ചയായിട്ട് എല്ലാവർക്കും പരാതി ഉള്ളതായിട്ട് ബിഗ് ബോസിന് അറിയാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്ത് തീരുമാനിച്ചു, കുറെ കൂടി മികച്ച മത്സരാർത്ഥികളെ, ഇവരെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള മികച്ച മത്സരാർത്ഥികളെ ബിഗ് ബോസ് വീണ്ടും കുറെ കൂടി സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് വൈൽഡ് കാർഡുകളായിട്ട്. വൈൽഡ് കാർഡ് എല്ലാ സീസണിലും ഉള്ളതാണല്ലോ വൈൽഡ് കാർഡ് എൻട്രീസ്. സോ വൈൽഡ് കാർഡുകളായിട്ട് പുതിയ കുറച്ച് മത്സരാർത്ഥികൾ വരികയാണ്. വൈൽഡ് കാർഡിന്റെ പേര് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ റിയാസ് സലീമിനെയും നമ്മുടെ ഫിറോസ് സജിനെയൊക്കെ ആയിരിക്കും അല്ലെ. ഇവരൊക്കെയായിരുന്നു മികച്ച മത്സരാർത്ഥികളായിട്ട് നമുക്ക് വൈൽഡ് കാർഡായിട്ട് വന്നതിൽ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്, റൈറ്റ്? സോ ഇത്തവണ എന്തായാലും അതല്ലാതെ ബാക്കി വന്നവരൊന്നും അത്ര എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് തമിഴില് ആക്ച്വലി വിന്നർ വരെ ആയിട്ടുള്ളത് വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടെ വന്ന മത്സരാർത്ഥിയായിരുന്നു. സോ നമുക്ക് എന്തായാലും നോക്കാം ആരൊക്കെ ആയിരിക്കും ഇത്തവണത്തെ വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും വേണം. അതായത് നാളെ ആയിരിക്കും വൈൽഡ് കാർഡ്സിന്റെ എൻട്രീസ് നടക്കുക. ഇത്തവണ ഈ ആഴ്ചത്തെ സീസണിന്റെ വീക്കെൻഡ് ഷൂട്ട് നടക്കുന്നത് നാളെയാണ്. മറ്റന്നാളായിരിക്കും നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നത്, പക്ഷെ നാളെയാണ് ലാലേട്ടൻ വന്നിട്ട് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുക. സോ നാളെ തന്നെ ഈ ഒരു 3-4 കണ്ടസ്റ്റൻസിനെ എല്ലാം പുതിയ വൈൽഡ് കാർഡ്, 3-4 ഉണ്ട് കേട്ടോ, ചിലപ്പോൾ അതിലും കൂടാം, കുറയത്തില്ല എന്തായാലും. അത്രയും കണ്ടസ്റ്റൻസിനെ പുതിയ വൈൽഡ് കാർഡായിട്ട് വീട്ടിലേക്ക് കയറ്റി വിടുന്നുണ്ട്. എന്തായാലും വീട്ടിലുള്ളവർക്ക് മുട്ടം മണിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ആരൊക്കെയാണ് പേരുകൾ എന്നുള്ളത്, അതിൽ മെയിൻ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിച്ചത് നമ്മുടെ ബാലയുണ്ടല്ലോ, ആക്ടറായ നമ്മുടെ ബാലയാണ് മെയിൻ ആയിട്ട് കേൾക്കാൻ സാധിച്ചത്. ബാലയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട് നിന്ന് കത്തും എന്നുള്ളത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജിഷിൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഹേദി സാദിയ. നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മിക്കവാറും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ജാസിയാണ്, പക്ഷെ ജാസി ഉണ്ടാവത്തില്ല എന്നാ തോന്നുന്നത്. പകരം ഈ ഹേദി സാദിയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കും വരുന്നത്. ഇവരൊരു യൂട്യൂബർ ആണ്, അതോടൊപ്പം തന്നെ ഒരു ജേർണലിസ്റ്റും കൂടെ ആയിരിക്കും, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതുകൂടാതെ പിന്നെ എത്തുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും, ഇന്റർവ്യൂകളിലൂടെ ഫേമസ് ആയ 2 പേരാണ്. ഒന്ന് മെഹറും ഒന്ന് മസ്താനി. 2 പേരും യൂട്യൂബ് ചാനൽസിലുള്ള ഇന്റർവ്യൂസിലൂടെ ഫേമസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. ഇവർ 2 പേരും വളരെ പോപ്പുലർ ആണ്. സോ ഇവർ 2 പേരും ആയിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇവർ 2-ൽ ഒരാളായിരിക്കും കയറുക. നമുക്ക് എന്തായാലും നോക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്കുള്ളത് ആരാണ്? പിന്നീട് നമുക്ക് നമ്മുടെ ഏഷ്യനെറ്റിലെ സീരിയല് തന്നെ ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരിക്കും. അതുകൂടാതെ മൈജി സ്പോൺസർ ചെയ്യുന്ന അനീഷിനെ പോലെ മൈജി കോൺടെസ്റ്റിലൂടെ മത്സരിച്ച് കമ്മ്യൂണർ ആയിട്ട് വരുന്ന ഒരു മത്സരാർത്ഥി കൂടി എന്തായാലും ഉണ്ടാകും. അതും കൂടി വരുന്നുണ്ട്. സോ അനീഷ് എന്തായാലും ചലഞ്ചിങ് ആയിരിക്കും മിക്കവാറും, കാരണം സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്ത് അനീഷ് ആണല്ലോ അവിടെ നിന്ന് വരസുന്നത്. സോ അനീഷിന് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ്. പിന്നെ 2-3 അൺനോൺ ആയിട്ടുള്ള ഫെയിം ആയിട്ടുള്ള നെയിംസും വരുന്നുണ്ട്. അതെന്തായാലും നമുക്ക് കയറുമ്പോഴത്തേക്ക് കാത്തിരുന്ന് കാണാം. സോ ഇവരൊക്കെയാണ്. സോ ഇതിൽ മെയിനായിട്ട് നമുക്കറിയാമല്ലോ, ബാലചേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഉറപ്പില്ല കേട്ടോ, 100% ഉറപ്പില്ല. പക്ഷെ ഇതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. എനിവേസ് എന്തായാലും നോക്കാം നമുക്ക്. നാളെ ഇനി നാളെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺഫർമേഷൻ എന്തായാലും കിട്ടും. സോ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു, ബൈ.